എടാ ഈ അടിച്ചു മാറ്റാനുള്ള ഐഡിയ അത് ഗുഡ് സ്ട്രെയിൻ്റെ കൂട്ട് സ്ലോ ആണല്ലോ. ഏയ് അവനങ്ങനെ പെട്ടെന്നൊന്നും കത്തത്തില്ല. പോലീസ് വരുന്നു. എന്തി നീ എന്തിനാ ഓടുന്നേ? നീ ആരെയാ പേടിക്കുന്നേ? ദിവസം മുഴുവൻ നമ്മൾ മോഷ്ടിച്ച് നടക്കുമല്ലേ, പോലീസിനെ കണ്ടാൽ തന്നെ എനിക്കിപ്പോ പേടിയാ. ഈ വെള്ളരി പോലും നമ്മൾ അടിച്ചു മാറ്റിയതാ. നല്ല മനസ്സുള്ള കള്ളന്മാരെ, ഈ ഇടയായിട്ട് നിങ്ങൾ നാട്ടുകാർക്ക് കുറേ കൊടുക്കുന്നുണ്ടല്ലോ. ഇന്നെന്താ വെള്ളരിക്ക മാത്രമേ കിട്ടിയുള്ളൂ? അടിച്ചു മാറ്റൽ അത്ര രസമുള്ളതല്ല. ഞങ്ങൾ അടിച്ചു മാറ്റുമ്പോൾ മറ്റുള്ളവരെ അഭിമാനിക്കുന്നു. അടിച്ചു മാറ്റുന്നതും തട്ടിപ്പറിക്കുന്നതും അത്രയ്ക്ക് നല്ല സ്വഭാവമല്ല. നിനക്കത് പക്ഷേ ലാഭമായിരിക്കും. നിനക്കെതിരെ ഒരു കംപ്ലൈൻസും ഇല്ല. അടിച്ചു പൊളിച്ചോ. നല്ല മധുരമുള്ള പഴ, നമുക്കൊന്ന് എടുത്താലോ? നമുക്കിത് കമലയുടെ ഗാർഡനിലേക്ക് പോകാം. ശരി, പോവാം. അരിച്ചാക്കോ മറ്റോ ആണോ? എന്നൊന്ന് പതുക്കെ നടക്ക്, സൂക്ഷിച്ച്. എന്റെ കാല് ഫ്രാക്ചർ. മോളെ നല്ല വേദന ഉണ്ടല്ലേ? എന്തായാലും നീ ഒന്ന് റെസ്റ്റ് എടുത്തേക്ക്. ആ അനിയാ, നീ എവിടെ? ചേട്ടൻ വന്നല്ലോ. നീ എവിടെയായിരുന്നു? എണിക്ക്. അവിടെ വെക്ക്. അസ്സലാമലൈക്കും. എന്താ ഇത്? ഒന്ന് കണ്ടേ. കുറച്ച് ഓറഞ്ചിന് വേണ്ടിയിട്ട് നീ നിന്റെ കാല് ഒടിച്ചു കളഞ്ഞല്ലോ മോളെ. അതുകൊണ്ടേ ഞാൻ നിനക്ക് ഒരുപാട് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, അതും കരുതി കൊടുത്തേ. ദേ ഇഷ്ടം പോലെയുണ്ട്. അതങ്ങ് തോലുരിച്ച് കഴിച്ചാൽ മാത്രം മതി. അതിൽ കുരു അങ്ങ് തുപ്പി കളഞ്ഞാൽ മാത്രം മതി. അകത്തിരുന്നും പുറത്തിരുന്ന് കഴിക്കുന്നത് ഒരുപോലെയാണോ? എനിക്ക് അടിച്ചു മാറ്റി കഴിക്കുന്നതാ ഇഷ്ടം. അതൊക്കെ ഇഷ്ടം പോലെ അടിച്ചു മാറ്റിക്കോ. ആദ്യം നിന്റെ കാലൊന്ന് ശരിയാവട്ടെ. പിന്നെ മല കയറാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ ഞാൻ ഏർപ്പാടാക്കാം. അപ്പൊ നിനക്ക് മലയും കയറാം, ഇഷ്ടം പോലെ ഓറഞ്ചും പറിക്കാൻ പറ്റും. എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ അല്ലേട്ടാ? കാലൊടിഞ്ഞു അത്ര വലിയ കാര്യമാക്കണ്ട. കാശ് എണ്ണി കൊടുത്ത പുലിയെ പോലും മേടിക്കാം. അതുപോലെ കാശ് കൊടുത്താ നമുക്കൊരു കാലങ്ങ് മേടിക്കാന്നേ. ശരിയല്ലേ? പിന്നെന്താ, തീർച്ചയായും. നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പൊക്കോ. എന്തിന്? കാല് മേടിക്കാനാണോ? ചേട്ടാ, അവളിപ്പോ നല്ല ദേഷ്യത്തിലാണെന്നാ തോന്നുന്നേ. വാ പോവാ. വാ വന്നേ, വാ ഒന്ന് വേഗം വന്നേ. കാലൊടിഞ്ഞതിന് ശേഷം അവൾക്ക് ഭയങ്കര ദേഷ്യം. ആന്റി ഇത് എങ്ങോട്ടാ പോകുന്നത്? എന്റെ കാലൊടിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? കുറച്ചേരം ഇവിടെ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കും. ആന്റിക്ക് മാത്രമേ എന്നോട് ഇവിടെ സ്നേഹവും സഹതാപവും ഉള്ളൂ. ഇതുപോലെ എന്നും സ്നേഹം വാരികോരി തന്നാ മതി. എന്താണ് മോളെ? ഞാൻ നിനക്ക് കുറച്ച് ഓറഞ്ചും ഒരു മരവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നീ മറ്റുള്ള ഗാർഡനിൽ പോയി അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഇത് നല്ല ഫാമിൽ നിന്നുള്ളതാ. നല്ല മധുരമുള്ള ഓറഞ്ചാ. ഇനി നിനക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഓറഞ്ച് പറിക്കാമല്ലോ. മരം കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മരത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊരുപാട് ഓറഞ്ച് നമുക്ക് തരും. പോയ ഓറഞ്ച് കഴിക്ക്. അല്ല, നിന്റെ കാലെന്താ ഇത്ര പെട്ടെന്ന് ശരിയായോ? ഇനിയിപ്പൊ ശരിയായില്ലെങ്കിൽ ഞാൻ ശരിയാക്കി. എന്തായി പറയുന്നേ? ഞാനിന്ന് വല്ലാത്ത ബാഡ് മൂഡിലാ. ആ ഷൗനുണ്ടല്ലോ, അവൻ ഇവിടെ വന്നിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് പോയി. വീട്ടിൽ ഇരുന്ന് ഓറഞ്ച് കഴിക്കാൻ എന്നോട് പറഞ്ഞ് അവന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്ത്. നീ എന്തായി പറയുന്നേ? ആ ചെകുത്താൻ ഇങ്ങോട്ട് നേരിട്ട് വന്നോ? അതെ, ഞാൻ അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇനി അവൻ എന്നെ കളിയാക്കാൻ എന്തായാലും ഇങ്ങോട്ട് വരില്ല. അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ വേണം. ഹലോ ബൈക്കാരാ, ഒന്ന് നിർത്ത്. എന്ത് ബൈക്കാരെന്നോ? റേസർ എന്ന് വിളിക്കുക. റേസർ. ഇത്തരം ബൈക്കൊക്കെ ചാർലി ചാപ്ലിൻ കാലത്തുള്ളതാ. ഇതിനെയാണ് റേസർ എന്ന് വിളിക്കുക. ബൈക്കിനെ കുറിച്ച് കണ്ട അതും ഇതൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഒന്നങ്ങ് തരും ഞാൻ. നിനക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ല. അല്ല, ഈ ഉച്ച സമയത്ത് നിനക്കെന്താ ഇവിടെ പരിപാടി? ഞാനൊന്ന് വെറുതെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. ഈ നീലാകാശമൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാന്ന് വെച്ചു. ആര്? നീയോ? സ്ഥലമിട്, മാറി നിൽക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കുന്നു കയറി വന്നിട്ട് എന്റെ കാല് വേനെടുക്കുന്നു. എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തൂടെ?
എന്റെ വണ്ടി പബ്ലിക് സർവീസ് ഒന്നും അല്ല, ഇത് പ്രൈവറ്റ് സർവീസാ. സാരമില്ല, കേറിക്കോ. ഇന്ന് വേണമെങ്കിൽ ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരാം. കേറി കേറി. എന്റെ ദേഹത്ത് തൊട്ട് പോരുത്, പറഞ്ഞേക്കാം. തൊടുകയും പിടിക്കുകയും ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ശരി. നിർത്ത് നിർത്ത് നിർത്ത്. എന്താ എന്ത് പറ്റി? ഇതാണോ ബൈക്ക്? ഒരല്പം പോലും കംഫർട്ടബിൾ അല്ലല്ലോ. ഇതിലും ഭേദം ഡെലുമിയുടെ റിക്ഷയാ. ഹേയ്, നിനക്ക് കാല് വേദനിക്കുന്നില്ലേ? എന്റെ കാലിന് ഒരു കുഴപ്പമില്ല. അല്ലേലും എന്തു പറ്റാനാ? താൻ പോടോ. ഇവളുടെ ഒരു കാര്യം. ഭ്രാന്തന്മാരും പട്ടികളും പിന്നെ കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളും, ഇവരെ ആരും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കജില ഒന്ന് പെട്ടെന്നാവട്ടെ, അവരിപ്പോ ഇങ്ങ് എത്തും. ചെയ്യുന്നുണ്ട്, നീ അങ്ങോട്ട് നോക്ക്. വരുന്നുണ്ട് വരുന്നുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യ്. അതാ വരുന്നു വരുന്നു. അവനാ കീട്ട് വണ്ടി എടുത്തോണ്ട് പോകും. ഞാനാണെങ്കിൽ ആ കീ ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അവന്റെ കാര്യം പോക്കാ. ശരിക്കും ഒരു പാഠം പഠിക്കാൻ പോവാ. ചേട്ടാ, ദേ നോക്ക്, ഇദ്ദേഹം വലിയൊരു ഡോക്ടറാ. ഇതിപ്പോ മൂന്നാമത്തെ ആളാ. പ്രിസ്ക്രിപ്ഷൻ അത് ഇത് വ്യാജ ഡോക്ടർ ഒന്നല്ലല്ലോ, ഒറിജിനൽ തന്നെയല്ലേ? ഒറിജിനൽ ആണോന്നോ? നല്ല ഒന്നാം തരം ഡോക്ടറാ. റിസൾട്ട് കണ്ടോളൂ. എല്ലാം നോർമലാണ്. പേഷ്യന്റ് നോക്കാതെ വയറ് മാത്രം നോക്കിയതെല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. കൊള്ളാം കൊള്ളാം, ഇയാൾ ശരിക്കും ഒറിജിനൽ ഡോക്ടർ തന്നെയാ. മോനെ, നീ പേടിച്ചു പോയോ? നിങ്ങളെല്ലാവരും കൂടെയില്ലേ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? അച്ഛനൊരു ആൽമരം പോലെ, വിശാലമായ വൃക്ഷം പോലെ ഈ എന്നോടൊപ്പം ഉണ്ടല്ലോ. വൃക്ഷങ്ങൾ വഴിപോക്കരെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ രക്ഷിക്കാറുണ്ട്. വൃക്ഷത്തിന്റെ ഓരോ കൊമ്പുകളും അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ നന്നായി സംരക്ഷിക്കുന്നു, ഒരു ചെറിയ പോറല് പോലും ഏൽക്കാതെ. വൃക്ഷത്തിന്റെ തണൽ അവരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നു. ഞാൻ വെറും ഒരു വഴിപോക്കനല്ല, നിങ്ങളുടെ മകനാണ്. എന്റെ കൂടെ വലിയ 2 വൃക്ഷങ്ങളുള്ളപ്പോ ഞാൻ എന്തിനാ പിന്നെ പേടിക്കുന്നത്? നിങ്ങൾ രണ്ടും കൂടെ ഉള്ളപ്പോ എനിക്കെന്ത് സംഭവിക്കാനാ? നോക്ക്, എന്റെ കുട്ടിക്കാലത്ത് എന്റെ കൈയും ഒരുപാട് ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് തന്നെ ശരിയായി. നീ അധികം സ്ട്രെസ് ആവണ്ട കേട്ടോ, എല്ലാം ശരിയാവും. റെസ്റ്റ് എടുക്ക്. ഓക്കെ, ഇനി നിനക്ക് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യേ. നമുക്ക് ഡോക്ടറുടെ കൂടെ പോവാം. ഡോക്ടർ ചോദിച്ചാലും കൂടുതൽ ഫീസ് കൊടുക്കേ. വാ, എന്റെ മോനൊരു കുഴപ്പമില്ല. വാ പോവാം. വാ. എന്ത് പറ്റി? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാ വണ്ടി എടുത്തോണ്ട് ഓടിച്ച്? നാളെ മുതൽ വല്ല വാനും ഓടിച്ചാ മതി. ആക്സിഡന്റ് അത്രയ്ക്ക് മോശമൊന്നും ആയിരുന്നില്ല. നീ എന്റെ ജീവൻ വെച്ച് കളിക്കായിരുന്നല്ലേ? കാഞ്ചല കളിക്കാൻ ഇറങ്ങിയാലേ പിന്നെ ജീവിതം മരണം ഒന്നും നോക്കാറില്ല. നിന്നെ ഇവളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അടിച്ചു മാറ്റാൻ തോന്നുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാടാ. ഓ വാ, നമുക്ക് പോവാം. കുഴപ്പമൊന്നുമില്ല, വാ പോവാം. ഇവനെന്താ ഈ ചെയ്യുന്നേ? എന്താടാ? അയ്യോ, കള്ളൻ എഴുന്നേക്ക്. കള്ളന്മാരോ? സാരമില്ലടി, അതാ താലൂക്ക്ദാറിന്റെ മകനായിരിക്കും. അവനെ രാത്രി സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമേ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നീ അതൊന്നും കാര്യാക്കണ്ട. പക്ഷെ ഇത് വേറെ കള്ളന്മാരാണെങ്കിലോ? അല്ലടി, നമ്മുടെ വീട്ടിലോട്ട് കള്ളന്മാരും വരത്തില്ല, കൊള്ളക്കാരേ വരത്തുള്ളൂ. അങ്ങനെ അവര് വരുമ്പോ അവര് നിന്നെയും കൂടെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോകും.